നമ്മുടെ നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജോബ് ലോസ് അല്ലെങ്കിൽ റിസഷൻ അല്ലെങ്കിൽ ജോബ് കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി അത് വളരെയധികം കമ്പാരിറ്റീവ്ലി കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ ഒരുപാട് കാലങ്ങളായിട്ട് ഏകദേശം 10 വർഷത്തോളായിട്ട് ജപ്പാൻ്റെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 90% മുകളിലാണ്. ഇത് ഞാനിപ്പം 90% മുകളിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ല നമ്മളെ കൺട്രിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. ഇതൊരിക്കലും നമ്മുടെ കൺട്രീനെ ഞാൻ വില കുറച്ച് പറയുന്നതല്ല, നമ്മുടെ സിറ്റുവേഷൻസും കണക്കുകളും അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ പ്രസൻറ്റ് അവസ്ഥയിൽ ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും 37% ആണ്. 37% മാത്രമാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ജപ്പാൻ്റെ ഒരുപാട് കാലങ്ങളായിട്ട് 90% മുകളിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ജപ്പാൻ്റെ എംപ്ലോയ്മെൻറ്റ്